SMLലെ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചറിലെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി ഡിസൈൻ ആക്സിയൽ കപ്പാസിറ്റി ഓഫ് കോളം ISMB 400 given that height of column is 3.5 meter and that is pin-ended. Assume Fi 250 Newton per mm square, Fu 40 Newton per mm square and E 2 into 10 raised to 5 Newton per mm square. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഒരു കോളത്തിൻ്റെ ഡിസൈൻ ആക്സിയൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് കോളം ഡിറ്റർമിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിനവരൊരു സെക്ഷനും തന്നിട്ടുണ്ട്, ISMB 400. ആ ISMB 400 എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് വേണം നമ്മളത് കണ്ടുപിടിക്കാൻ. അതുപോലെ കോളത്തിൻ്റെ ഹൈറ്റ് 3.5 മീറ്ററും തന്നിട്ടുണ്ട്, പിൻ എൻഡഡ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ ഡേറ്റ എഴുതാം. അപ്പോൾ ഗിവൺ ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് L അറിയാം, Fi അറിയാം, Fu അറിയാം, E മീൻസ് യങ്സ് മോഡുലസ് ആണ്. ഇത്രയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ ആണ്. എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന A എന്നാണ്. ഇനി ഈ ആദ്യമേ എന്തുകൊണ്ടാണ് എഫക്റ്റീവ് സെക്ഷണൽ ഏരിയയിലോട്ട് പോയി എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഡിസൈൻ ആക്സിയൽ കപ്പാസിറ്റി ഓഫ് കോളം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു FCD ഇൻറ്റു AE. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. P കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് FCD ഇൻറ്റു AE. അപ്പോൾ എയുടെ വാല്യൂ അറിയണം, FCDയുടെ വാല്യൂ അറിയണം. ഈ രണ്ട് വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ AE കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കാരണം. അപ്പോൾ എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ AE എന്ന് പറയുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ISMB 400 തന്നിട്ടുള്ളത്. ISMB 400 ഈ ഒരു സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ AE കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ AE എടുക്കുന്നതിന് വേണ്ടി SP6 അല്ലെങ്കിൽ സ്റ്റീൽ ടേബിൾ എന്ന് പറയാം, ആ സ്റ്റീൽ ടേബിളിലുള്ള വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ISMBയിലെ പേജ് നമ്പർ 2 നോക്കിയാൽ മതി. അപ്പോൾ അതിലൊന്ന് ഞാൻ എടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 78.46 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ആ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് മീറ്ററിലോട്ടാക്കി, MM-ലോട്ടാക്കി 7846 mm സ്ക്വയർ. ഓക്കെ, A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ A കിട്ടിക്കഴിഞ്ഞു. ഈ 7 എഴുതുന്ന സമയത്ത് തന്നെ അതിൽ ഒരുപാട് ഡേറ്റാസ് അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് എല്ലാം എന്ന് വെച്ചാൽ ഹൈറ്റ്, TF, BF, IZ, DZ അല്ലെങ്കിൽ IYY, RXX, RYY ഇതുപോലത്തെ കുറച്ച് ഡീറ്റെയിൽസ് അതിൽ കാണും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം എഴുതുക. അതിൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസിൽ എഴുതാം. ഈ പ്രോപ്പർട്ടീസിലുള്ള Hൻ്റെയും Bൻ്റെയൊക്കെ വാല്യൂ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടീസിൽ എഴുതാൻ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ബക്ലിംഗ് ക്ലാസ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. നമുക്കിനി ബക്ലിംഗ് ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബക്ലിംഗ് ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു പ്രോപ്പർട്ടീസ് എഴുതണമെന്ന്. പ്രോപ്പർട്ടീസിൽ 1-2 വാല്യൂസൊക്കെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ബക്ലിംഗ് ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ IS 800 തന്നെ പേജ് നമ്പർ 44 എടുക്കുക. 44-ൽ ടേബിൾ 10 ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു റോൾഡ് ഐ സെക്ഷനാണ് നമ്മളിതിൽ എടുക്കുന്നത്. റോൾഡ് ഐ സെക്ഷനാണ്. അതിൽ കുറച്ച് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ H/BF. Hൻ്റെ വാല്യൂ നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത് ഒരു 400 അടുപ്പിച്ച് കിട്ടും. BF എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.8 എന്ന് കിട്ടും. ആ വാല്യൂ 1.2-നേക്കാളും ഗ്രേറ്റർ ആവണം, ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അവിടുത്തെ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് ആണ്. ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 40 mm-നേക്കാളും കുറവായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഇതാണ് അവിടുത്തെ 2 ക്രൈറ്റീരിയ. അപ്പോൾ ഈ ക്രൈറ്റീരിയ രണ്ടും ചേർന്ന് വരുന്ന രീതിക്ക് നമുക്ക് കിട്ടുന്നത് ബക്ലിംഗ് ക്ലാസ് എയും ഉണ്ട്, ബക്ലിംഗ് ക്ലാസ് എയും കിട്ടും, അതുപോലെ തന്നെ ബക്ലിംഗ് ക്ലാസ് ബിയും കിട്ടും. നിങ്ങൾക്ക് ആ ടേബിൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ബക്ലിംഗ് ക്ലാസ് എയും ബിയും എങ്ങനെയാണ് കിട്ടിയതെന്ന്. പേജ് നമ്പർ 44 ടേബിൾ 10.
അപ്പോൾ H/BF TF ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ രണ്ട് ബക്ലിംഗ് ക്ലാസ് ആണ് കിട്ടിയിരിക്കുന്നത്, ബക്ലിംഗ് ക്ലാസ് എയും ബക്ലിംഗ് ക്ലാസ് ബിയും. ബക്ലിംഗ് ക്ലാസ് എ എന്ന് പറയുന്നത് ZZ ആക്സിസിന് എബോട്ടായിട്ടും അതുപോലെ ബക്ലിംഗ് ക്ലാസ് ബി എന്ന് പറയുന്നത് YY ആക്സിസിന് എബോട്ടായിട്ടാണ് കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് XX എന്ന് പറയുന്ന ആക്സിസ് എല്ലാം നമ്മൾ നേരെ ഈക്വൽ ടു ZZ ആക്സിസിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് XX ഒരു വാല്യൂ കിട്ടിയാലും അത് ZZ ഇട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എപ്പോഴും ഐയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബക്ലിംഗ് കുറവായിരിക്കും വരുന്നത്. ഇനി നമ്മളിതിൽ രണ്ട് ബക്ലിംഗ് ക്ലാസ് കിട്ടി, നമുക്ക് ഏതാണെന്ന് എങ്ങനെ കൺഫേം ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കിതിലൊരു മിനിമം വാല്യൂ വരുന്നത് മാത്രം എടുത്താൽ മതി. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ അത് എയിലാണോ ബിയിലാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു പ്രോപ്പർട്ടി എഴുതാൻ പറഞ്ഞില്ലേ. ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രോസ് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞായിരുന്നു. അതിൽ ZZ അല്ലെങ്കിൽ XX IYയുടെ വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വാല്യൂവിൽ നിന്ന് മിനിമം വാല്യൂ ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇപ്പം അവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും IYYയുടെ വാല്യൂ ആണ് അവിടെ മിനിമം. അപ്പോൾ IYYയുടെ വാല്യൂ മിനിമം ആയതുകൊണ്ട് തന്നെ ഞാൻ ഏത് ആക്സിസ് എടുക്കും, YY ആക്സിസ് ആണ് എടുക്കുന്നത്. YY ആക്സിസിൻ്റെ ബക്ലിംഗ് ക്ലാസ് ബി ആണ്. അപ്പോൾ എനിക്ക് ബക്ലിംഗ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബക്കിൾ എബൌട്ട് YY ആക്സിസ് എന്ന് പറയുന്നത് ബി എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻ സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാംഡ. അപ്പോൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, KL/ഗാമ മിനിമം. ഗാമ എന്നും പറയാം, R മിനിമം എന്നും പറയാം, കാരണം രണ്ട് രീതിയിലും പറയാം. ഓക്കെ, അപ്പോൾ KL/R മിനിമം ഓർ ഗാമ മിനിമം. ഇനി ഇതിൽ K കണ്ടുപിടിക്കാനുള്ളൊരു ഹിൻ്റാണ് നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ബോത്ത് എൻഡ്സ് പിൻഡ്, രണ്ട് എൻഡും പിൻഡാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കും രണ്ട് എൻഡ്, ഇതൊരു കോളമാണ്, രണ്ട് എൻഡ് പിൻഡാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ബക്ലിങ്ങിൻ്റെ കാര്യം നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പിൻഡെന്ന് പറയുന്ന കണ്ടീഷൻ തന്നിരുന്ന കെയുടെ വാല്യൂ എങ്ങനെ എടുക്കും എന്ന് അറിയണമെങ്കിൽ അതും നമ്മുടെ 800-ൽ തന്നെ നോക്കിയാൽ മതി. പേജ് നമ്പർ 45 എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 45-ൽ ടേബിൾ 11 നോക്കിയാൽ മതി. ഇതുപോലെ ഈ 3 കണ്ടീഷനല്ല, കുറച്ച് അധികം കണ്ടീഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ച കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ മൂന്നാമത് കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. കാരണം പിൻഡ് കണ്ടീഷനാണത്, പിൻഡ് കണ്ടീഷനാണ്, ബക്ലിംഗ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എങ്ങനെയായിരിക്കും കെയുടെ വാല്യൂ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് 1.0L. ഈ K ഇൻറ്റു L ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. K ഇൻറ്റു L 1.L 1.0 ഇൻറ്റു L. ഓക്കെ, അപ്പോൾ അതിലെ കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടി. K = എത്ര? 1. എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം 3.5 ആണ്. അതിനെ എന്തിലോട്ടാക്കുക? MM-ലോട്ടാക്കുക. അതിനുശേഷം ഗാമ മിനിമം കണ്ടെത്താൻ അതും അറിയാം, നമ്മൾ പ്രോപ്പർട്ടീസിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 2 ഗാമയുടെ വാല്യൂ അല്ലെങ്കിൽ 2 ആറിൻ്റെ വാല്യൂ കിട്ടും, അതിലൊന്ന് മിനിമം വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് ലാംഡയുടെ ഒരു വാല്യൂ കിട്ടും. ഇത് ഇത്രയും ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ 124.113 സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് ആണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ FCD കാൽക്കുലേറ്റ് ചെയ്യാം. FCD കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ ലാംഡ കിട്ടിയിട്ടുണ്ട് 124.113. അപ്പോൾ ഈ ലാംഡ നമുക്കറിയാം, പക്ഷേ ഈ ലാംഡ വച്ചിട്ട് നമ്മൾ കറക്റ്റ് വാല്യൂ നോക്കണം. ഈ ലാംഡ 124 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പേജ് നമ്പർ 41-ലോട്ട് പോവാം. അവിടെ ഒരു ടേബിളുണ്ട്, 2 ടേബിൾ, 3 ടേബിളുണ്ട്. 9A 9B എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മളിപ്പോൾ ബക്ലിംഗ് ക്ലാസ് B ആണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടേബിൾ 9-ൽ B എടുക്കുക. ടേബിൾ 9-ൽ B എടുക്കുക. ബക്ലിംഗ് ക്ലാസ് B ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ്. ഓക്കെ, എടുക്കുക. ഇനി നമുക്ക് അവിടെ 124 ഇല്ലയെന്ന് കറക്റ്റ് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 124 വരുന്ന ആ ഒരു റേഞ്ചിലുള്ള വാല്യൂസ് എടുക്കുക. അപ്പോൾ അങ്ങനെ റേഞ്ചിലുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ 120ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 91.7, അതുപോലെ തന്നെ 130ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 81 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്?
നമുക്ക് കിട്ടിയിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിനി ഇത് ഇൻ്റർപോളേറ്റ് ചെയ്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇൻ്റർപോളേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സിമിലിയർ ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് കിട്ടിയ വാല്യൂസ് വെച്ച് ഞാൻ വരയ്ക്കുകയാണ്. ഇത് 120 ആണ്. 120, 90, 1.7, 120, 90, 1.7. അതുപോലെ ഇത് 130 ആണ്. ബട്ട് വാല്യൂ 81. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഇവിടെ ആയിട്ടാണ് എൻ്റെ ഒരു 124.113 വരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഇത്രയും ഡിസ്റ്റൻസ് നമുക്കറിയാം 81 ആണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 81ൻ്റെ കൂടെ ആഡ് ചെയ്ത് FCDയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരിക്കൽ കൂടെ എഴുതാം. 120 എന്ന് പറയുന്നത് 91.7 ആണ്. 124.113 എന്ന് പറഞ്ഞാൽ 81 പ്ലസ് എക്സ്, അതുപോലെ തന്നെ 130 എന്ന് പറഞ്ഞാൽ 81. ഓക്കെ, ഇനി സിമിലിയർ ട്രയാങ്കിൾസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. 91.7 മൈനസ് 81 ഡിവൈഡഡ് ബൈ 130 മൈനസ് 120 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 130 മൈനസ് 124.113. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 6.299 എന്ന് കിട്ടും. ഇനി FCD കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. എന്താണ് 124ൻ്റെ തന്നെ അറിയാം, 81 പ്ലസ് എക്സ്. ആൻസർ നമുക്ക് 87.3 Nm/mm² എന്ന് കിട്ടി. അപ്പോൾ FCDയുടെ വാല്യൂയും കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. FCDയും കിട്ടി, എയും കിട്ടി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഇക്വേഷൻ P ഓർ P സഫിക്സ് D ഏത് വേണമെങ്കിലും നൊട്ടേറ്റ് ചെയ്യാം. FCD ഇൻറ്റു എ ആണ് വരുന്നത്. FCD എന്ന് പറയുമ്പോഴത്തേക്കും 87.3 ഇൻറ്റു എ എന്ന് പറയുന്നത് 7846 ചെയ്ത് വരുമ്പോൾ 684,955 ന്യൂട്ടൺ എന്ന് കിട്ടും. കിലോ ന്യൂട്ടൺ ആണെങ്കിൽ 684.955 കിലോ ന്യൂട്ടൺ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.